കേരളത്തിലെ നിസാർ കമ്മീഷൻ, അതുപോലെ പറവൂർ ജഡ്ജി, അതുപോലെ തന്നെ വിവിധ കോർട്ട് ഓർഡറുകൾ, ഗവൺമെൻറ് ഉത്തരവ്, വഖഫ് ബോർഡ് ഉത്തരവ്, അതിലൊക്കെ പറയുന്നത് വഖഫ് ഭൂമിയാണെന്നാണ്. എന്നിട്ട് പിന്നെ തർക്കം എന്തുകൊണ്ടുണ്ടായി എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അങ്ങനെ തർക്കം വരുമ്പോഴാണ് ഈ ആധാര പരിശോധനയും പണ്ഡിതാഭിപ്രായം തേടേണ്ടി വരുന്നത്. കോർട്ടും ഗവൺമെൻറ്റും വഖഫ് ബോർഡും അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നു. അതിൻ്റെ ഉത്തരവാദിപ്പെട്ട ആളുകൾ ഫറൂഖ് കോളേജ് പറയുന്ന വഖഫ് ഭൂമിയല്ല, അവർ നേരത്തെ പറയുന്ന കോടതി പറയുന്ന വഖഫ് ഭൂമിയാണ്. ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ഭൂമിയാണെങ്കിൽ അത് വിൽക്കാൻ പാടില്ല. അതിന് ചില നിബന്ധനകളുണ്ട്. വഖഫ് ഭൂമി വില കൊടുത്ത് വാങ്ങിയ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നിന്ന് അവരെ പുറത്താക്കണമെങ്കിൽ സ്വാഭാവികമായും അവർക്ക് കൃത്യമായി അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കേണ്ടി വരും. അത് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബേണിംഗ് ഇഷ്യൂ ആണെന്ന് മാത്രമല്ല, ഇരുതല മൂർച്ചയുള്ള ഒന്നാണ്. ഇത് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾക്കറിയാം, അവിടെ താമസിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ലത്തീൻ